ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് 10ാം ക്ലാസ് മാത്സിലെ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ഈ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അറിയുന്ന ആൾക്ക് മാത്രമേ ജാമിതി ബീജഗണിതവും ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശ്രദ്ധിക്കൂ, നമ്മുടെ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഒരു കോർഡിനേറ്റ് മാർക്ക് ചെയ്യുക, ഒരു സൂചകസംഖ്യ എങ്ങനെ അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. ഈ ഫിഗർ നോക്കൂ. ഇപ്പോൾ ഈ ഫിഗറിൽ നമുക്കിതാ ഈ ഒരു പോയിന്റിലെ കോർഡിനേറ്റ് സൂചകസംഖ്യ ഏതാ നമുക്ക് എഴുതണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോയിന്റിന് നേരെ എക്സ് ആക്സിസിൽ വരുന്ന എക്സ് അക്ഷത്തിൽ വരുന്ന നമ്പർ ഏതാ നോക്കുക, 4 ആണ് അല്ലേ. ഇതാണ് എക്സ് ആക്സിസ്, എക്സ് അക്ഷം, ഇതാണ് വൈ ആക്സിസ്, വൈ അക്ഷം. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് എക്സ് ആക്സിസിൽ നിന്ന് വരുന്ന എക്സ് അക്ഷത്തിൽ നിന്ന് വരുന്ന നമ്പറാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ടാണ് ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ നേരെ വൈയിൽ വരുന്ന നമ്പർ ഏതാ, 2. ആ 2 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ കോമറ്റ് എഴുതി. അപ്പോൾ ഈ ഒരു പോയിന്റിലെ കോർഡിനേറ്റ് ആണ് 4, 2. സൂചകസംഖ്യയാണ് 4, 2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സൂചകസംഖ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ നേരെ എക്സ് ആക്സിസിൽ വരുന്ന നമ്പർ -3 ആണ്, വൈയിൽ വരുന്ന നമ്പർ 4 ആണ്. അപ്പോൾ ആ പോയിന്റിലെ കോർഡിനേറ്റ് ആണ് -3, 4 എന്ന് പറയുന്നത് അല്ലേ. ഈ പോയിന്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞ്, ആദ്യം എക്സിൽ വരുന്ന നമ്പർ 3, വൈയിൽ വരുന്ന നമ്പർ -2. അപ്പോൾ അതിലെ കോർഡിനേറ്റ്, അതിലെ സൂചകസംഖ്യ എന്ന് പറയുന്നത് 3, -2 ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതിലെ കോർഡിനേറ്റ് ഏതാ, ഇതിലെ സൂചകസംഖ്യ ഏതാ, -2, -2, -4. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് വരുന്ന കോർഡിനേറ്റിന് സൂചകസംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. കാരണം അതിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, എക്സ് സൂചകസംഖ്യയും വൈ സൂചകസംഖ്യയും പോസിറ്റീവ് ആയിരിക്കും വരിക. ഇതിലേക്ക് വരികയാണെങ്കിലോ ഇതിൽ എക്സ് സൂചകസംഖ്യ, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ സൂചകസംഖ്യ പോസിറ്റീവ് ആയിരിക്കും. ഇതിലേക്ക് വരുമ്പോൾ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. ഈ ഭാഗത്തേക്കാണെങ്കിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ് എന്നായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ് മാർക്ക് ചെയ്തു. ഇതിലെ കോർഡിനേറ്റ്, ഇതിലെ സൂചകസംഖ്യ ഏതാ വരിക, 2, 0 എന്നാ വരിക അല്ലേ. കാരണം എക്സ് ആക്സിസിൽ എവിടെ പോയിന്റ് മാർക്ക് ചെയ്താലും അതിലെ വൈ കോർഡിനേറ്റ് 0 വരിക. ഇവിടെയാണെങ്കിൽ -2, 0 ആയിരിക്കും വരിക അല്ലേ. ഇവിടുത്തെ കോർഡിനേറ്റ് ഏതാ, ഇവിടുത്തെ സൂചകസംഖ്യ ഏതാ വരിക, 0, 3 വരിക. കാരണം ഇത് വൈ ആക്സിസ് ആണ്, വൈ അക്ഷാണ്. അതിൽ എക്സ് സൂചകസംഖ്യ എപ്പോഴും 0 ആയിരിക്കും വരിക. ഇവിടുത്തതാണെങ്കിൽ എന്തായിരിക്കും വരിക, 0, -1 എന്നാ വരിക. കാരണം ഇത് വൈ ആക്സിസ് ആണ്, വൈ അക്ഷാണ്. അതിലെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും വരിക, എക്സ് സൂചകസംഖ്യ 0 ആയിരിക്കും വരിക. നോക്ക്, ഈ എക്സ് ആക്സും വൈ ആക്സും ഇന്റർസെക്ട് ചെയ്യുന്ന, എക്സ് അക്ഷം വൈ അക്ഷം കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ആധാരബിന്ദു, ഒറിജിൻ. അതിലെ കോർഡിനേറ്റ്, അതിലെ സൂചകസംഖ്യ ഏതായിരിക്കും വരിക, 0, 0 ആയിരിക്കും വരിക അല്ലേ. 0, 0 ആയിരിക്കും വരിക. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് നമുക്കിതിൽ ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കിത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പറയാം, അതിൽ തന്നെ മറ്റു പോയിന്റ്സും നമുക്ക് ആ ചോദ്യത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇതുപോലെ നമുക്ക് ആ 1 വേർഡ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതായത് ഓപ്ഷൻ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇതുപോലത്തെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എക്സ് അക്ഷത്തിലെ ഒരു ബിന്ദു ഏതാണെന്നുള്ളത്. എക്സ് ആക്സിസിലാകണമെങ്കിൽ, എക്സ് അക്ഷത്തിലാകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താ, അതിലെ വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ 0 ആയിട്ട് വരണം. ഇതിലേതാ വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ 0 ആയിട്ട് വരുന്നത്, ഇതാണ് അല്ലേ. വൈ 0 ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ അതിൽ വൈ ആക്സിസിലെ, വൈ അക്ഷത്തിലെ സൂചകസംഖ്യ എന്ന് പറയുന്നത്, എക്സ് ആക്സിസിലെ എക്സ് അക്ഷത്തിലെ സൂചകസംഖ്യ എന്ന് പറയുന്നത് -30, -30. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എക്സ് ആക്സിസ് എന്നാ, അതിന് പകരം വൈ അക്ഷം, വൈ ആക്സിസ് എന്നായിരുന്നെങ്കിലോ ചോദ്യം. വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ 0 വരിക. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക അല്ലേ. 0, -3 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ. ആധാര ബിന്ദുവിന്റെ സൂചകസംഖ്യകൾ ഏവാ? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഏതാ സൂചകസംഖ്യ, 0, 0, 0, 0.
ഓക്കെ, ദെൻ വൈ അക്ഷത്തിലെ എക്സ് സൂചകസംഖ്യ ഏത് അല്ലേ? അപ്പോൾ ആധാരബിന്ദുവിലെ സൂചകസംഖ്യകളായവ നമ്മൾ പറഞ്ഞു 0 0, ഒറിജിനിലെ കോർഡിനേറ്റ് പറഞ്ഞു 0 0 എന്ന് പറഞ്ഞു. ഇനി ഇതാ വൈ അക്ഷത്തിലെ എക്സ് സൂചകസംഖ്യ ഏതാ? വാട്ട് ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ്? വൈ അക്ഷത്തിലെ എക്സ് സൂചകസംഖ്യ എക്സ് കോർഡിനേറ്റ് ഏതാന്നുള്ളത് 0 ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞതല്ലേ, എക്സ് ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് 0, വൈ സൂചകസംഖ്യ 0. വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0, എക്സ് സൂചകസംഖ്യ 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിൽ ട്രിഗണോമെട്രിയും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ത്രികോണമിതിയും കൂടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇൻ ദ ഫിഗർ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഒറിജിൻ. ചിത്രത്തിൽ ആധാരബിന്ദു കേന്ദ്രമായ വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ് പിയും ക്യൂവും. വൃത്തത്തിൻ്റെ ആരം 6 യൂണിറ്റ് ആയാൽ റേഡിയസ് 6 യൂണിറ്റ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പി ആൻഡ് ക്യൂ. ഇതിലെ പിയും ക്യൂ എന്നീ ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ കണ്ടെത്തുക. അതായത് ഇവിടുത്തെ കോർഡിനേറ്റ്, ഇവിടുത്തെ സൂചകസംഖ്യകളാണ് നമുക്ക് കാണേണ്ടത്. ഫിഗറിലേക്ക് നോക്കിക്കോ, എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. നമ്മളിത് ഇങ്ങോട്ട് വരച്ചു അല്ലേ, ഇങ്ങനെ വരച്ചു. അപ്പം ഇതിൽ ഇതാ ഇത്രയും പാർട്ടിൻ്റെ ലെങ്ത് ഏതാണോ അതായിരിക്കും ഇതിലെ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഈ ഫിഗർ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കാം കേട്ടോ, ശ്രദ്ധിച്ചോ. ഇത് 30 ആണ്, 30 ആണ്. ഇത് 6 ആണ്. നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം, ഇതിൻ്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് 30, ഇത് 90, ഇത് 60 അല്ലേ? 90ൻ്റെ ഓപ്പോസിറ്റ് 6 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് വരിക അതിൻ്റെ പകുതിയല്ലേ, 3 അല്ലേ വരിക? 60ൻ്റെ ഓപ്പോസിറ്റ് വരിക 3√3 അല്ലേ? 3√3 അല്ലേ? 30ൻ്റെ ഓപ്പോസിറ്റ് 3, 60ൻ്റെ ഓപ്പോസിറ്റ് 3√3. ഇനി ഫിഗറിലേക്ക് നോക്കിക്കോ. ഇവിടെ 30 ആണ്, ഇവിടെ 90 ആണ്, ഇത് 60 ആണ് അല്ലേ? 60 ആണ്. ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് 6, 30ൻ്റെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ കണ്ടെത്തി 3, 60ൻ്റെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ കണ്ടെത്തി 3√3. ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞതാ, ഇതിൻ്റെ ലെങ്ത് ഏതാണോ അതായിരിക്കും ഇതിലെ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ. അപ്പം 3√3. ഇതിൻ്റെ ലെങ്ത് എന്താണോ അതായിരിക്കും ഇതിലെ വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ 3. ഓക്കെ, അപ്പോൾ പിയിലെ കോർഡിനേറ്റ്, പിയിലെ സൂചകസംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 3√3. ഓക്കെ, 3√3. ഓക്കെ, ഇനി അടുത്തത് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്യൂവിലുള്ള കാണേണ്ടത് അല്ലേ? നോക്കെ, ഇത് റേഡിയസ് ആണ്, ആരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും റേഡിയസ് ആണ്, ഇതും ആരാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും 6 സെൻറ്റിമീറ്റർ തന്നെയാണ്, 6 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഈ ആംഗിൾ 60 ആണ്, ഈ കോൺ 60 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 30 ആണ് അല്ലേ? തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെ 90ൻ്റെ ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാ? 3 ആണ് അല്ലേ? 60ൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് കേട്ടോ 60. ഈ 60ൻ്റെ ഓപ്പോസിറ്റ് വരിക 3√3 ആണ്. അപ്പം ഇതിലെ എക്സ് കോർഡിനേറ്റ്, ഇതിലെ എക്സ് സൂചകസംഖ്യ ഇപ്പം നമുക്ക് കിട്ടി. ഇതിൻ്റെ ലെങ്ത്ത് 3 ആണെങ്കിൽ ഇതിലെ എക്സ് കോർഡിനേറ്റ് ഏതാ? 3 ആണോ? അല്ല, കാരണം ഇതിൻ്റെ ലെങ്ത്ത് 3 ആണെങ്കിൽ ഇവിടുത്തെ നമ്പർ വരിക -3 ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ഉണ്ടാവുക. ഇത് 3 ആണെങ്കിൽ ഇവിടെ -3 ഉണ്ടാവുക, ഇവിടെ 4 ആണെങ്കിൽ ഇത് -4 ഉണ്ടാവുക. അപ്പോൾ ഇതിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, എക്സ് സൂചകസംഖ്യ എന്ന് പറയുന്നത് -3 ആണ് കേട്ടോ. വൈ കോർഡിനേറ്റിന് മാറ്റമില്ല. ഇതിൻ്റെ ലെങ്ത്ത് 3√3 ആയതുകൊണ്ട് ഇതൊക്കെ പോസിറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ കോർഡിനേറ്റ് അതിലെ സൂചകസംഖ്യ എന്ന് പറയുന്നത് 3√3. ഓക്കെ, അപ്പം -3, 3√3 പറഞ്ഞാൽ മനസ്സിലായോ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ലെങ്ത്ത് 3 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് -3 ആണ്. അപ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ -3 ആയിരിക്കും. വൈയിൽ മാറ്റമില്ല, കാരണം ഇത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 3√3 ആണെങ്കിൽ ഇതാ ഇതിൻ്റെ നേരെ ഇവിടുത്തെ നമ്പർ 3√3 ആയിരിക്കും ആവൂലേ? ഇതിൻ്റെ ഇവിടുത്തെ നമ്പർ 3√3 ആണെങ്കിൽ ഇതിലെ വൈ കോർഡിനേറ്റ്, വൈ സൂചകസംഖ്യ 3√3. അങ്ങനെയാണ് നമ്മൾ പിയിലെയും അതേപോലെ ക്യൂവിലെയും കോർഡിനേറ്റ് സൂചകസംഖ്യകൾ നമ്മൾ കണ്ടെത്തി. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഡ്രോ എക്സ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ ഫോളോയിങ് പോയിന്റ്സ്. എക്സ് വൈ അക്ഷങ്ങൾ വരച്ച് താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ആ ബിന്ദുക്കൾ, ആ പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. A10, B70, C64, D24. ഓക്കെ, ഫിഗറിലേക്ക് നോക്ക്. നമുക്ക് ആദ്യം അത് അടയാളപ്പെടുത്താം, അത് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.
അപ്പോൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് 10 ആണ് അല്ലേ, 10 ആണ് മാർക്ക് ചെയ്യേണ്ടത്. എവിടെ ഇതിൽ 10 വരിക? ഇതാ 10, അതായത് y കോർഡിനേറ്റ് 0 വരണമെങ്കിൽ y സൂചകസംഖ്യ 0 വരണം എന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആക്സിസിലാണ്, എക്സ് അക്ഷത്തിലാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് 10 ഉള്ളത്, 10. ഓക്കെ, ദെൻ അടുത്ത ഏതാ? 70 എന്ന് പറഞ്ഞതാ ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ് 70 ഉള്ളത്, 70. ഓക്കെ, അപ്പോൾ 10 ആയി, 70 ആയി. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ, ഏതാ? 6424 അല്ലേ. അപ്പോൾ ഇതാ 6 ഇവിടെയാണ്, ഇവിടെ 4 ഇവിടെയാണ്. അപ്പോൾ 64. ഓക്കെ, ആ ഒരു പോയിന്റാണ് 64 എന്ന് പറയുന്നത്. ഞാനവിടെ വരയ്ക്കാം, എഴുതാം, 64 എന്ന് എഴുതാം, 64. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഏതാ? അടുത്ത പോയിന്റ് 24 എവിടെ വരിക? 24 അല്ലേ, ഇവിടെ വരും. ഈ പോയിന്റ് അതാണ് 24. ഇനി അത് കഴിഞ്ഞു അല്ലേ, മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഏതാ? 10 മാർക്ക് ചെയ്തു, 10 70 64 24 എന്ന് മാർക്ക് ചെയ്തു. നമുക്ക് അതിന് പേരും കൂടെ കൊടുക്കാം അല്ലേ. എ ആണ് 10 അല്ലേ. അപ്പോൾ A10 ഇതാണ് എ, പോയിന്റ് എ. ഇത് ബി അല്ലേ, പോയിന്റ് ബി അല്ല, അവിടെയല്ല വരുന്നത്, ഇവിടെയാണ് കേട്ടോ, ഇവിടെയാണ് പോയിന്റ് ബി ഇടുന്നത്, പോയിന്റ് ബി. ഇനി അടുത്തത് ഏതാ? C64 ഇവിടെയാണ് സി. അപ്പോൾ ഇത് ഡി. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ഡ്രോ ദ ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. അപ്പോൾ ഇത് ക്വാഡ്രിലാറ്ററൽ ആക്കി നമുക്ക് ഇതിനെ മാറ്റണം അല്ലേ. അപ്പോൾ അത് വരയ്ക്കണം. അപ്പോൾ അത് വരയ്ക്കാൻ ഇത് ജോയിൻ ചെയ്തു, ഇത് ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്നത് അല്ലേ. ഞാൻ അതും വരച്ചു കഴിഞ്ഞു. ദെൻ അടുത്തത് എന്താ? റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിം എഴുതാൻ അല്ലേ. അപ്പോൾ ഇത് ട്രപ്പീസിയാണ്, ലംബകമാണ് അല്ലേ. കാരണം നോക്ക്, ഈ സൈഡും പാരലാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ, സമാന്തരമാണെന്ന് മനസ്സിലായില്ലേ. കാരണം നോക്ക്, 0 0 4 4. ഇത് ഈ സൈഡും പാരലാണ്, സമാന്തരമാണ്. അപ്പോൾ ഇതെന്താണ്? ട്രപ്പീസിയാണ്, ലംബകമാണ്. ഓക്കെ, ദെൻ അടുത്തത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD. ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ, ലംബകത്തിൻ്റെ ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏത് ക്വസ്റ്റ്യനാ? ഇപ്പോൾ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനാ ഫിഗറിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ C ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു, ട്രപ്പീസി എന്ന് പറഞ്ഞു, ലംബകം എന്ന് പറഞ്ഞു. ഇനി D ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നു കേട്ടോ. ഇത് നിങ്ങൾ എഴുതണം, ലംബകം ട്രപ്പീസി എന്ന് എഴുതണം. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടെത്താൻ നമ്മൾ ഡി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. ഏരിയ കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ½ H × A+B. ഏരിയ ഓഫ് എ ട്രപ്പീസിയം, ലംബകത്തിൻ്റെ ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ ആണ് ½ H × A+B എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടും. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ H കിട്ടണം അല്ലേ. അപ്പോൾ ½ H ഏതാ? H എന്ന് പറയുന്നത് നോക്കിക്കോ, ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് ആണ്. ഈ 2 പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് ആ വരിക അല്ലേ. അപ്പോൾ നോക്കി, ഇവിടുത്തെ കോർഡിനേറ്റ്, ഇവിടുത്തെ സൂചകസംഖ്യ എന്ന് പറയുന്നത് 20 എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 24 ആണ്, ഇത് 20 ആണ്. നോക്ക്, എക്സ് കോർഡിനേറ്റ് സെയിമാ, എക്സ് സൂചകസംഖ്യ സെയിമാ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 - 0 ആണ് അല്ലേ. 4 - 0 4 എന്ന് കിട്ടി. അപ്പോൾ ½ × 4 × A+B. എയും ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാരലൽ സൈഡ്സ് ആണ്, സമാന്തര വശങ്ങളാണ്. നോക്കിക്കേ, അതിലൊരു സൈഡാണ് ഇത് അല്ലേ, ഒരു സൈഡ്. അപ്പോൾ ഇതിൽ നോക്കിയ y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് കണ്ടെത്തിയാൽ മതി അല്ലേ. 6 - 2 ദാറ്റ്സ് ഈക്വൽ ടു 4. ഒരു സൈഡ് കിട്ടി, 4 പ്ലസ് അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ സൈഡിൻ്റെ ലെങ്ത്ത്, അതല്ല അടുത്ത സൈഡ്. ഇവിടെ 10 എന്നാണ്, 70 എന്നാണ്. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് 7 1 - ചെയ്യുക, 7 1 - ചെയ്താൽ 6, അതവിടെ അപ്ലൈ ചെയ്യുക.
ഒന്നുകൂടെ പറയാം. ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. ഇതിൽ ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞതാ ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ 20 ആണ്, ഇവിടെ 24 ആണ്. ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് നമുക്കറിയാം 4 - 0 ആണ്, 4 ആണ്. ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് ആണ്. ഒരു സൈഡിന്റെ ലെങ്ത്, അതായത് ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ 6 - 2 4. ഇവിടെയാണെങ്കിൽ 1070 ഡിസ്റ്റൻസ് 7 - 1 6. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 4 + 6 ദാറ്റ്സ് ഈക്വൽ ടു 4 × ഹാഫ് 2 ഇൻറ്റു 4 + 6 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 10 20 20. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഒന്ന് ഇത് വരച്ച് മാർക്ക് ചെയ്യാൻ, പിന്നെ ഇത് ജോയിൻ ചെയ്ത് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറഞ്ഞു. നമ്മൾ വരച്ചു. എന്നിട്ട് അതിന് എന്ത് പേരാ പറയാന്ന് സ്യൂട്ടബിൾ നെയിം, അതിന് പറയാവുന്ന ഏറ്റവും അനുയോജ്യമായ പേര് നമ്മൾ ട്രപ്പീസിയൻ ലംബകം എന്ന് പറഞ്ഞു. ദെൻ ഡി ക്വസ്റ്റ്യൻ ഏരിയ കണ്ടെത്താൻ ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തി. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. Sides of the rectangle are parallel to the axis. Coordinates of opposite vertices are 4, 8, 12, 11. ഒരു ചതുരത്തിന്റെ എതിർ മൂലകളുടെ സൂചകസംഖ്യകളാണ് 4, 8, 12, 11. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് അതർ വെർട്ടീസസ്. മറ്റ് രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ കാണുക. ഞാനിവിടെ ഒരു കാര്യം ഇവിടെ ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിള്, ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ ആക്സിസിന് പാരലല്ല, വശങ്ങളൊക്കെ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. അപ്പോൾ ഇതിൽ ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് AB ആണെന്ന് വെച്ചോ. ഇവിടുത്തെ ഒരു കോർഡിനേറ്റ് സൂചകസംഖ്യ എന്നുള്ളത് CD ആണെന്ന് വെച്ചോ. എങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് ഏതായിരിക്കും? ഇവിടുത്തെ സൂചകസംഖ്യകൾ ഏതായിരിക്കും? ഇത് C ആണെങ്കിൽ ഇതും C ആയിരിക്കും. ആവില്ലേ? അതുപോലെ ഇത് B ആണെങ്കിൽ ഇതും B ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ ഇത് A ആണെങ്കിൽ ഇതും A ആയിരിക്കും. ഇത് D ആണെങ്കിൽ ഇതും D ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, CC ഇത് രണ്ടും സെയിം, AA ഇത് രണ്ടും സെയിം, BB ഇത് രണ്ടും സെയിം, DD ഇത് രണ്ടും സെയിം. മനസ്സിലായോ? മനസ്സിലായോ? ഇനി അതാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചു തുടങ്ങാം. റെക്റ്റാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, ഇനി റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ആ കോർഡിനേറ്റ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുകയാണ്. ആ സൂചകസംഖ്യ ഞാൻ ഇതിൽ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഏതാ? ഒന്ന് 4, 8 ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു 4, 8. പിന്നെ ഒന്ന് ഏതാ? 11, 12, 11. അതിൻ്റെ ഓപ്പോസിറ്റാന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കേട്ടോ, 12, 11. ഓക്കെ, ഞാനിതിൽ പേര് കൊടുത്തു ABCD എന്നുള്ള പേര് കൊടുത്തു. എയിലെ കോർഡിനേറ്റ് നമുക്കറിയുന്നതാണ് 4, 8. സിയിലെ കോർഡിനേറ്റ് നമുക്കറിയുന്നതാണ് 12, 11. ഇനി നമുക്ക് കാണേണ്ടത് ബിയിലെ കോർഡിനേറ്റാണ്. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയാ ബിയിലെ കോർഡിനേറ്റ് കാണാം. ബിയിലെ കോർഡിനേറ്റും ഡിയിലെ കോർഡിനേറ്റും കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇത് 12 ആണെങ്കിൽ ഇത് 12 ആയിരിക്കും, ഉറപ്പല്ലേ? സൈഡ്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഇത് 8 ആണെങ്കിൽ ഇതും 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 12, 8. ബിയിലെ കോർഡിനേറ്റ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുകയാണ്. ഒന്ന് 12, ഒന്ന് 8. 12, 8. ഇനി ഇവിടുത്തെ ഡിയിലെ കോർഡിനേറ്റ് ആണെങ്കിലോ, ഇത് 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും വരിക, 4. ഇത് 11 ആണെങ്കിൽ ഇവിടെയും 11 ആയിരിക്കും വരിക. അപ്പോൾ ഡിയിലെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? 4, 11. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. ബിയിലെ കോർഡിനേറ്റ് 12, 8. ഡിയിലെ കോർഡിനേറ്റ് 4, 11. ഓക്കെ, ബിയിലെ സൂചകസംഖ്യ കേട്ടോ. ഞാൻ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്ന സൂചകസംഖ്യയാണ് 12, 8, 4, 11. ഇനി നോക്കിയാൽ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചതുരത്തിന്റെ ചുറ്റളവ് കാണുക. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 × നീളം പ്ലസ് വീതി. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ല ഇക്വേഷൻ. അപ്പോൾ 2 × നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടണം അല്ലേ, നീളവും വീതിയും കിട്ടണം. നോക്കിക്കേ, ഇവിടെ നോക്ക്, ഈ കോർഡിനേറ്റും സെയിം ആണ്.
അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് എക്സ് കോർഡിനേറ്റിന് ഡിഫറൻസ് കാണുക, എക്സ് സൂചകസംഖ്യയുടെ വ്യത്യാസം കാണുക, അങ്ങനെയല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് 12 - 4 ആയിരിക്കും. 12 - 4 ആയിരിക്കും 8. മനസ്സിലായോ? അപ്പോൾ 2 × 8 പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇതാണ് ബ്രെഡ്ത്ത്, വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിലെ y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കാണാം, y സൂചകസംഖ്യയുടെ വ്യത്യാസം കാണാം. അതായത് 11 - 8. 11 - 8 എന്താ? 11 - 8 11 - 8 എന്താ? 3. അപ്പോൾ 3 ഇവിടെ അപ്ലൈ ചെയ്തു. 3. ഓക്കെ, 11 - 8 എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ആയി 2 × വാട്ട് ഈസ് 8 + 11? സോറി, 8 + 3 11 അല്ലേ. ആൻസർ ഈസ് 22 സെൻറ്റിമീറ്റർ. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോ. ആദ്യം ലെങ്ത് കണ്ടെത്തി, അതിന് നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, അതായത് y കോർഡിനേറ്റ്, y സൂചകസംഖ്യ രണ്ടും സെയിം ആണെങ്കിൽ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കണ്ടെത്തുക, എക്സ് സൂചകസംഖ്യയുടെ വ്യത്യാസം കാണുക. 12 - 4. ഈ 12 - 4 എന്ന് എഴുതാനുള്ളത് ചില ആളുകൾ ഇങ്ങനെ എഴുതും, മോഡ് 12 - 4. അതായത് നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മോഡ് കൊടുത്ത് എഴുതും. ഇത് പോസിറ്റീവ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് മോഡ് കൊടുക്കാത്തത് കേട്ടോ. ഓക്കെ, ഞാൻ അവിടെ കൊടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല. മോഡ് 8 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ 12 - 4 12 - 4 8. ഇനി നോക്കിയാൽ ഇതിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, എക്സ് സൂചകസംഖ്യ സെയിം ആണ്. അപ്പോൾ 11 - 8 3 അല്ലേ. ഇനി ഇതിൻ്റെ പെരിമീറ്ററാണ് ചോദിച്ചത്, ചുറ്റളവാണ് ചോദിച്ചത്. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 × നീളം പ്ലസ് വീതി. അപ്പോൾ 1 8 1 3 ആണ്. അപ്പോൾ 2 × 8 + 3 8 + 3 11 ആണ്. 11 × 2 എന്ന് പറഞ്ഞാൽ 22. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്തത് നോക്കിക്കേ. ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ABCD ആർ പാരലൽ ടു ആക്സസ്. ഇതിൻ്റെ ഈ ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ, ഈ ചതുരത്തിൻ്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് BCD. ബിയിലെയും സിയിലെയും ഡിയിലെയും കോർഡിനേറ്റ് കണ്ടെത്തുക. ഇത് ചതുരല്ല കേട്ടോ, ഇത് സമചതുരാണ്, സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ബിയിലെയും സിയിലെയും ഡിയിലെയും കോർഡിനേറ്റ് കണ്ടെത്തുക. വളരെ സിമ്പിളാണ്. ഈ ഫിഗർ തന്നെ മാർക്ക് ചെയ്ത് വെക്കാനുള്ളൂ, അത്രയും എളുപ്പമാണ്. നോക്കിക്കേ, ഈ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ 5 യൂണിറ്റ് ഇങ്ങോട്ട് മുന്നേക്ക് വരിക ചെയ്യുക അല്ലേ. 5 യൂണിറ്റ് നമ്മൾ മുന്നോട്ട് വരികയാണ് ചെയ്യുക, അങ്ങനെയല്ലേ. 5 യൂണിറ്റ് ഫ്രണ്ടിലേക്ക് വരികയല്ലേ ചെയ്യുക. എന്താ ഫ്രണ്ടിലേക്ക് വരിക? y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇതിലെ y കോർഡിനേറ്റ് 3 ആണെങ്കിൽ ഇതിലെ y കോർഡിനേറ്റും 3 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ആണ്, ഇത് എക്സ് ആക്സിസിന് പാരലലാണ്, എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അപ്പോൾ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എക്സ് സൂചകസംഖ്യയാണ് കൂടിക്കൂടി വരിക, എക്സ് കോർഡിനേറ്റ് ആണ് കൂടിക്കൂടി വരിക. ഇതിൽ എക്സ് കോർഡിനേറ്റ് 2 ആണ്. ആ 2ക്ക് ഈ 5 ഇങ്ങോട്ട് ആഡ് ചെയ്യേണ്ടി വരും ഇങ്ങോട്ട് പോകുമ്പോൾ അല്ലേ. അപ്പോൾ എന്താ 2 + 5 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ബിയിലെ കോർഡിനേറ്റ്, ബിയിലെ സൂചകസംഖ്യ എന്ന് പറയുന്നത് 7 3 എന്നാണ്. ഓക്കെ, ഇനി നോക്കിക്ക്, അടുത്തത് സിയിലെ കോർഡിനേറ്റാണ് കാണേണ്ടത്. സിയിലെ കോർഡിനേറ്റ് ഇതേ സിസ്റ്റം തന്നെ. നോക്കിയേ, ഇത് y ആക്സിസിനല്ലേ പാരലൽ, y അക്ഷത്തിനല്ലേ സമാന്തരം. അപ്പോൾ എക്സ് സൂചകസംഖ്യ സെയിം ആയിരിക്കൂലേ, എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കൂലേ. ഇതിൽ എക്സ് കോർഡിനേറ്റ് 7 ആണെങ്കിൽ ഇതിൽ എക്സ് കോർഡിനേറ്റും 7 ആണ്. പക്ഷേ മേലേക്ക് പോകുമ്പോൾ y കോർഡിനേറ്റ് അല്ലേ കൂടി വരിക, y സൂചകസംഖ്യ അല്ലേ കൂടി വരിക. ഇത് 5 യൂണിറ്റ് ആണെങ്കിൽ ഇതൊരു സ്ക്വയർ ആണ്, സമചതുരാണ്. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കൂലേ. അപ്പോൾ y കോർഡിനേറ്റ് ഇതിക്ക് മേലേക്ക് വരുമ്പോൾ എത്ര കൂടും? ഇവിടെ 3 ആണ്, ആ 3ക്ക് 5 ഇങ്ങോട്ട് കൂടും. 3ക്ക് 5 കൂടുമ്പോൾ എന്താ വരിക? 8. അപ്പോൾ അതിലെ കോർഡിനേറ്റ് 7 8. ഓക്കെ, അപ്പോൾ ബിയിലെ കോർഡിനേറ്റ് 7 3, സിയിലെ കോർഡിനേറ്റ് 7 8. ഇനി ഡിയിലെ കോർഡിനേറ്റ് ഇനിയിപ്പോൾ ഈ രീതിയിലൊന്നും ചെയ്യേണ്ട, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച് ചെയ്താൽ മതി അല്ലേ. ഇത് 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും ഉണ്ടാവുക. ഇത് 8 ആണെങ്കിൽ ഇതും 8 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലെ കോർഡിനേറ്റ് 2 8. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞല്ലോ. ബി 7 3, സി 7 8, ഡി 2 8. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4 5 ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ വിത്ത് സെൻറ്റർ 2 2. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ 2 2 എന്നാണ്. അപ്പോൾ അതിൽ 4 5 എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. നമുക്ക് ഈ സാധനം ഒന്ന് വരയ്ക്കാം അല്ലേ. നോക്കിക്കേ,
അവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. സർക്കിളിന് ഭംഗി കുറച്ച് കൂടിയോ? സർക്കിൾ വരച്ചു കേട്ടോ. ഇനി സർക്കിളിൽ നമുക്ക് ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെ പോയിന്റാണ് നോക്കി. സെൻറ്റർ 2 2 ആണ് അല്ലേ. അപ്പോൾ സെൻറ്ററിലെ കോർഡിനേറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു 2 2 എന്ന് മാർക്ക് ചെയ്തു. 2 2 എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത എന്താ, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ. ഫൈൻഡ് ദ 4 5 ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. 4 5 എന്ന് പറയുന്ന സർക്കിൾ ഒരു പോയിന്റ് ആണ്. അപ്പോൾ അതിലൊരു പോയിന്റ് ആണ് 4 5. ഓക്കെ, ദെൻ അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കുക. ഇതാണ് റേഡിയസ്, ആരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റേഡിയസ് ആരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തിയാൽ പോരെ, ഇത് രണ്ടും തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ പോരെ. ഇതിന് ഈ കോർഡിനേറ്റിന് x1 എന്നും ഇതിന് y1 എന്നും ഇതിന് x2 എന്നും ഇതിന് y2 എന്നും കൊടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അകലം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, റൂട്ട് ഓഫ് ഏതാ x1 മൈനസ് x2 ഓൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഓൾ സ്ക്വയർ. ഡിസ്റ്റൻസ് കണ്ടെത്താൻ, അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഓൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഓൾ സ്ക്വയർ. നമുക്ക് ഇതിലൊന്ന് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു റൂട്ട് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് x2 2 ഓൾ സ്ക്വയർ പ്ലസ് y1 5 മൈനസ് y2 എന്ന് പറയുന്നത് 2 ആണ് ഓൾ സ്ക്വയർ ആണല്ലോ. ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ 4 മൈനസ് 2 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 4 ആണ്. പ്ലസ് 5 മൈനസ് 2 എന്താ 3 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 9 ആണ് അല്ലേ. അപ്പോൾ 4 മൈനസ് 2 2 ആണ്. 2 സ്ക്വയർ 4, 5 മൈനസ് 2 9. അപ്പോൾ 3 സ്ക്വയർ 9 ഈക്വൽ ടു റൂട്ട് 13 എന്ന് കിട്ടി അല്ലേ. അതിൻ്റെ റേഡിയസ് റൂട്ട് 13. അതിൻ്റെ റേഡിയസ് നമുക്ക് റൂട്ട് 13 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. റേഡിയസ് ആരം റൂട്ട് 13. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഈസ് 50 ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. ഈ വൃത്തത്തിന്റെ 5 0 എന്ന് പറയുന്ന ബിന്ദു ഈ വൃത്തത്തിലാണോ എന്ന് പരിശോധിക്കുക അല്ലേ. അപ്പൊ 5 0 എന്ന് പറഞ്ഞ ബിന്ദു ശ്രദ്ധിച്ചോ മക്കളെ. ഈ വൃത്തത്തിൽ എവിടെയെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്തു എന്ന് വെച്ചോ. ഈ ബിന്ദുവിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ സെന്ററിക്കുള്ള ഡിസ്റ്റൻസ് ഉറപ്പായിട്ടും ഈ റേഡിയസിനേക്കാൾ കുറവായിരിക്കൂലേ, ആരത്തിനേക്കാൾ കുറവായിരിക്കൂലേ. ബിന്ദു പുറത്താണെങ്കിൽ, പോയിന്റ് പുറത്താണെങ്കിൽ ആ ബിന്ദുവിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ, ആരത്തിനേക്കാൾ കൂടുതലായിരിക്കൂലേ. ആ പോയിന്റ് സർക്കിളിലാണെങ്കിൽ, വൃത്തത്തിലാണെങ്കിൽ ആ ബിന്ദുവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ആ ബിന്ദുവിലേക്കുള്ള അകലം എന്തായിരിക്കും, കറക്റ്റ് ഈ ആരം തന്നെ ആയിരിക്കൂലേ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ചോദിച്ചത് ഏത് ബിന്ദുവാ, 50 ആണ് അല്ലേ. 50 എന്ന് പറഞ്ഞ പോയിന്റ്, 50 എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിളിൽ എവിടെയാണ്, ഔട്ട്സൈഡ് ആണോ, ഇൻസൈഡ് ആണോ, ഓൺ ദ സർക്കിൾ ആണോ, പുറത്താണോ, അകത്താണോ, വൃത്തത്തിലാണോ എന്നാണ് ചോദിച്ചത്. അതിന് നമുക്ക് ഈ 2 2 ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തിയാൽ മതി. 2 2 എന്ന് പറഞ്ഞ പോയിന്റുമായിട്ടുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ്, അകലം കാണാൻ കേട്ടോ. ഡിസ്റ്റൻസ്, അകലം ഈക്വൽ ടു ആ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് x1 എന്നും y1 എന്നും x2 എന്നും y2 എന്നും കൊടുത്തു. മക്കളെ നോക്കിക്കേ, റൂട്ട് ഓഫ് 5 മൈനസ് 2 ഓൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 2 ഓൾ സ്ക്വയർ ആണല്ലോ. 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 സ്ക്വയർ 9 ആണ്. കറക്റ്റ് അല്ലേ. പ്ലസ് 0 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 സ്ക്വയർ 4 ആണ്. കറക്റ്റ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 13 തന്നെയാണ് കിട്ടിയത്. റൂട്ട് 13 ആണ് തന്നെ കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, എന്ന ബിന്ദു വൃത്തത്തിലാണോ എന്ന് പരിശോധിക്കാനാ. ഈസ് 50 ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ അല്ലെ. ഞാൻ പറഞ്ഞു പുറത്താണെങ്കിൽ റേഡിയസിനേക്കാൾ കൂടുതലായിരിക്കും, ആരത്തിനേക്കാൾ കൂടുതലായിരിക്കും. അകത്താണെങ്കിൽ റേഡിയസിനേക്കാൾ കുറവായിരിക്കും, ആരത്തിനേക്കാൾ കുറവായിരിക്കും.
അല്ലെ? വൃത്തത്തിലാണെങ്കിൽ, സർക്കിളിലാണെങ്കിൽ കറക്റ്റ് റേഡിയസ് ആയിരിക്കും, കറക്റ്റ് ആരമായിരിക്കും. നമുക്ക് കിട്ടിയ ആൻസർ എന്താ നോക്കിക്കേ, റേഡിയസ് തന്നെയല്ലേ കിട്ടിയത്, ആരം തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ ഈ പോയിന്റ് എവിടെ പറയാ? ഓൺ ദ സർക്കിൾ, വൃത്തത്തിലാണെന്ന് പറയാ. ഓൺ ദ സർക്കിൾ, വൃത്തത്തിലാണെന്ന് പറയാ. ഈ മലയാളം മീഡിയം ചില ആൾക്കാർ ഈ ഓൺ ദ സർക്കിൾ എന്നുള്ളതിന് പകരം വൃത്തത്തിന്റെ അകത്ത് എന്ന് എഴുതും. അത് വേറെ കേട്ടോ. വൃത്തത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആവില്ല, വൃത്തത്തിന്റെ ഉള്ളിൽ. ഓക്കെ, ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാലാണ് ഈ വൃത്തത്തിൽ എന്നാ പറയാ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട്, ആരം സെയിം ആയതുകൊണ്ട് ഓൺ ദ സർക്കിൾ, വൃത്തത്തിലാണ് അതിന്റെ പൊസിഷൻ. പറഞ്ഞ മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ശ്രദ്ധിച്ചോളൂ. യെസ്, നോക്കിക്കേ. 3, 4 is a point on a circle with center at the origin. 3, 4 എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിൻ സെന്റർ ആയിട്ടുള്ള വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? വൃത്തത്തിന്റെ ആരം എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കൊന്ന് കാണാം അല്ലേ? ശ്രദ്ധിച്ചോളൂ. അപ്പൊ സർക്കിള്, ആ സർക്കിളിന്റെ സെന്ററിലുള്ള കോർഡിനേറ്റ് ഏതാന്നാ പറഞ്ഞ്? സർക്കിളിന്റെ സെന്റർ, ഞാൻ സർക്കിൾ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കാം കേട്ടോ. സർക്കിളിന്റെ സെന്ററിലുള്ള കോർഡിനേറ്റ് ഒറിജിൻ ആണ്, 0, 0 ആണ്, കേന്ദ്രമാണ്. ഈ അടുത്തെന്താ പറഞ്ഞ? 3, 4 ഈസ് ഓൺ ദ സർക്കിൾ. 3, 4 എന്ന് പറയുന്ന പോയിന്റ് ആ വൃത്തത്തിലുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ ഇങ്ങോട്ട് ചോദിച്ചത് റേഡിയസ് കണ്ടെത്താനാ, ആരം കണ്ടുപിടിക്കാനാ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ റേഡിയസ്, ആരം കണ്ടുപിടിക്കാൻ. ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടത്, അകലല്ലേ കാണേണ്ടത്. അത് രണ്ട് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഒറിജിനുമായിട്ടുള്ള, അതായത് ആധാരബിന്ദുവായിട്ടുള്ള അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(x² + y² എന്നാണ്. ഈക്വൽ ടു √, ഇതാണ് എക്സ്, ഇതാണ് വൈ. അങ്ങനെയാണെങ്കിൽ 3² + 4² എന്നാ. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്, 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. ആഡ് ചെയ്യുമ്പോൾ 25 ആ. 25ന്റെ റൂട്ടാണ് 5. അപ്പൊ ഇതിന്റെ റേഡിയസ് ആരെന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? ഇനി മക്കളെ ഇതൊക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. വാട്ട് ആർ ദ പോയിന്റ്സ് വേർ ദ സർക്കിൾ കട്ട് ദ ആക്സിസ്? വൃത്തം സൂചകാക്ഷങ്ങളെ ഖണ്ഡിക്കുന്ന ബിന്ദുക്കൾ ഏതെല്ലാം? ഓക്കെ, ഇതിലെ ആക്സിസ് നിങ്ങൾക്ക് അറിയാലോ, ഇത് 0, 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ ആണ്, സെന്റർ ആണ്. അപ്പൊ ഈ സർക്കിൾ ഇങ്ങനെയായിരിക്കും വരിക, ഈ വൃത്തം ഇങ്ങനെയായിരിക്കും വരിക അല്ലേ? ഇതിൽ റേഡിയസ് ആരെന്ന് പറയുന്നത് 5 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലെ? ഇത് 5 ആണ്. അപ്പൊ ഈ പോയിന്റ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നതാണെങ്കിൽ അല്ലെ, എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏതാ വരിക? ഇത് 5 അല്ലേ? അപ്പൊ ഇവിടെ 5, 0. അപ്പൊ ആ ഒരു പോയിന്റ് ആണ്, എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 5, 0. എക്സ് അക്ഷത്തെ മുറിക്കുന്ന പോയിന്റ് ആണ് 5, 0. ഇനി ഇപ്പുറത്തേക്ക് ഏതാ? ഇതിവിടെ 5, 0. ഇങ്ങോട്ട് ഏതാ വരിക? -5, 0. ഇങ്ങോട്ട് -5, 0. -y0. ഓക്കെ, ഇനി മേലോട്ടാണെങ്കിൽ ഇത് y ആണ്, y ആക്സിസ് ആണ്. ഇവിടെയും ഇത് റേഡിയസ് ആണ്, ആരാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0, 5 എന്നായിരിക്കും. കാരണം y ആക്സിസ് ആണ്, y അക്ഷാണ്, എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചകസംഖ്യ 0 ആയിരിക്കും. അതായത് 0, 5. ഈ പോയിന്റ് ഏതാ? ഈ പോയിന്റ് 0, -5. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ ഇത് രണ്ടും വെച്ചിട്ട് റേഡിയസ് കണ്ടെത്തി, ആരം കണ്ടെത്തി. എന്നിട്ട് ഇത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്ന, എക്സ് അക്ഷത്തിനെയും വൈ അക്ഷത്തിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ്സും 4 പോയിന്റ്സ് നമ്മളിവിടെ കണ്ടെത്തി വെച്ചു. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ദെൻ നമ്മുടെ അടുത്ത ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. എയിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3, -2 എന്നാ. ബിയിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1, -2 എന്നാ. സിയിലെ കോർഡിനേറ്റ് 0, 0 എന്നാ. ഡിയിലെ കോർഡിനേറ്റ് -3, 1 ആണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ആൻഡ് ഡയഗണൽ യൂസിങ് ദ ഫിഗർ. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികർണങ്ങളുടെയും സൂചകസംഖ്യകൾ, നീളങ്ങൾ കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ശ്രദ്ധിച്ചോളൂ. എയിലെ കോർഡിനേറ്റ് -3, -2 ആണ് അല്ലേ? ഞാൻ ഇവിടെ ഒന്ന് എടുത്തെഴുതാം. എയിലുള്ളത് -3, -2 എന്നാണ്. ബിയിലുള്ള കോർഡിനേറ്റ് 1, -2 എന്നാണ്. ഇതിൽ എ ബിയുടെ ലെങ്ത് കണ്ടെത്താൻ ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് കണ്ടെത്തിയാൽ പോരെ, അകലം കണ്ടെത്തിയാൽ പോരെ. അതിന് നോക്കിക്കേ, വൈ ഇവിടെ സെയിം ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് കണ്ടെത്തിയാൽ മതി പോരെ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഒന്നുകിൽ 1 മൈനസ് ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം, 1 - -3 എന്ന് എഴുതാം.
അപ്പോൾ 1+3 എന്ന് വരും. അപ്പോൾ ആൻസർ 4 എന്ന് വരും. ഇതല്ലെങ്കിൽ എഴുതാനുള്ള മാർഗം എന്താ? തിരിച്ചു തന്നെ എഴുതാം. -3 ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. -3 -1 എന്താ? -3 -1 -4. ഇത് തെറ്റാണ്. കാരണം നമ്മൾ അകലം കണ്ടുപിടിക്കുമ്പോൾ ഡിസ്റ്റൻസ് കണ്ടെത്തുമ്പോൾ എന്ത് പാടില്ല? നെഗറ്റീവ് പാടില്ല. അത് കളയാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഈ മോഡ്. അപ്പോൾ മോഡ് -4 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2 രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എ ബിയുടെ ലെങ്ത് കിട്ടി, എ ബിയുടെ നീളം കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തത് ഇതിൽ എ ഡിയുടെ ലെങ്ത് കണ്ടെത്താൻ പോവാണ്, എ ഡിയുടെ നീളം കണ്ടെത്താൻ പോവാണ്. എയിലുള്ള കോർഡിനേറ്റ് -3 -2 എന്നാണ്. ഡിയിലുള്ള കോർഡിനേറ്റ് -3 1 എന്നാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്തുക, അകലം കണ്ടെത്തുക. അത് നോക്കിക്കേ, ഇത് രണ്ടും സെയിം അല്ലേ? ഇത് രണ്ടും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതിയടാ? -2 എന്ന് 1 മൈനസ് ചെയ്യുക. -2 -1 -3 അല്ല, ഇത് നടക്കുവോ? ഇല്ല. എന്ത് കൊടുക്കണം? മോഡ് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും മതി. മോഡ് -3 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. എ ഡിയുടെ ലെങ്ത് 3 ആണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ബി സിയുടെ ലെങ്ത് കണ്ടെത്താൻ പോവാണ്. ബി സി, ബിയിലുള്ള കോർഡിനേറ്റ്, ബിയിലുള്ള സൂചകസംഖ്യ 1 -2, സിയിലുള്ള സൂചകസംഖ്യ, സിയിലുള്ള കോർഡിനേറ്റ് 0 0. അപ്പോൾ ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം നമുക്ക്? √, ഒറിജിൻ അല്ലേ? ആധാരബിന്ദുവായിട്ടുള്ള അകലം കണ്ടുപിടിക്കാനല്ലേ? √(x² + y²) ദാറ്റ്സ് ഈക്വൽ ടു √, പറഞ്ഞേ, x 1 y -2, അപ്പോൾ 1² + -2² ആണല്ലോ, ഈക്വൽ ടു √(1² എന്ന് പറഞ്ഞാൽ 1, -2² എന്ന് പറഞ്ഞാൽ 4, 1 + 4 എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ √5. ബി സിയുടെ ലെങ്ത് √5. അപ്പോൾ നോക്കിക്കേ, എ ബി കിട്ടി, അതുപോലെ എ ഡി കിട്ടി, ബി സി കിട്ടി. ഇനി ഡി സി കണ്ടെത്തണ്ടേ? അപ്പോൾ ഡി സി കണ്ടെത്താം. നോക്കിക്കേ, അതിന് ഡിയിലുള്ള കോർഡിനേറ്റ്, ഡിയിലുള്ള സൂചകസംഖ്യ എന്ന് പറയുന്നത് -1 -3 1 ആണ് കേട്ടോ. അപ്പോൾ -3 1 പിന്നെ 0 0. അപ്പോൾ ഡി സിയുടെ ലെങ്ത് കണ്ടെത്താൻ ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. √(x² + y²) ഇതെല്ലാം അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു √(-3² + 1² അല്ലേ? ഈക്വൽ ടു √(-3² എന്ന് പറഞ്ഞാൽ 9, 1² എന്ന് പറഞ്ഞാൽ 1, √10 ആൻസർ അല്ലേ? √10 ആൻസർ. അപ്പോൾ അതിൽ ഡി സിയും കിട്ടി, ഡി സി √10. ഇനി അടുത്തത് ഇതിൻ്റെ ഡയഗണൽ കാണാം, വികരണം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആദ്യം എ സി എന്ന് പറഞ്ഞ ഡയഗണൽ, എ സി എന്ന് പറഞ്ഞ വികരണം കണ്ടെത്തണം എന്നിരിക്കട്ടെ. അപ്പോൾ എയിലുള്ള കോർഡിനേറ്റ്, എയിലുള്ള സൂചകസംഖ്യ -3 -2 ആണ് കേട്ടോ. എ -3 -2. ഡി നിങ്ങൾക്ക് അറിയാലോ, ഡി അല്ല സി അല്ലേ? സിയിലെ കോർഡിനേറ്റ് അറിയാലോ, ഏതാ? 0 0 ആണ്. അപ്പോൾ സിയിൽ 0 0 എന്നാണ്. അപ്പോൾ എ സി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒറിജിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ആധാരബിന്ദുവായിട്ടുള്ള അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(x² + y² എന്ന, അവിടെ എക്സിന് പകരം -3യും വൈക്ക് പകരം -2 കൊടുക്കുകയാണെങ്കിൽ √(-3² + 2²) അല്ല, എങ്ങനെയല്ലേ വരിക? കാരണം 2 നെഗറ്റീവ് അല്ലേ? നോക്ക്, -3 -2. അപ്പോൾ -3² + -2², ദാറ്റ്സ് ഈക്വൽ ടു √(-3² എന്ന് പറഞ്ഞാൽ 9 ആണ്, -2² എന്ന് പറഞ്ഞാൽ 4 ആണ്. ആഡ് ചെയ്യുമ്പോൾ √13 എന്ന് കിട്ടും. √13 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഡയഗണലായി അല്ലേ? ഇനി ഒരൊറ്റ ഡയഗണലും കൂടിയേ ഉള്ളൂ. ഏതാത്? ബി ഡി ആണ് അല്ലേ? ബി ഡി. അതിൽ ബിയിലെ സൂചകസംഖ്യ 1 -2 അല്ലേ? 1 -2. ഞാൻ ഡിയിലെ സൂചകസംഖ്യ, ഡിയിലെ കോർഡിനേറ്റ് ഏതാ? -3 1. അപ്പോൾ നമുക്ക് ബി ഡി എന്ന് പറഞ്ഞ വികരണം, ബി ഡി എന്ന് പറഞ്ഞ ഡയഗണൽ കണ്ടെത്താൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക? √(x1 - x2) + y1 - y2 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതിൽ കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു ഇതാണ് x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. അപ്ലൈ ചെയ്യുക. √(1 - -3) + -2 - 1 ഇങ്ങനെയല്ലേ വരിക? ഈക്വൽ ടു ഈ മൈനസും പ്ലസ് ആവും. അപ്പോൾ 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആ വരിക. അപ്പോൾ 4² പ്ലസ് -2 - 1 എന്ന് പറഞ്ഞാൽ -3 എന്നാ വരിക. -3².
അല്ലേ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ 16 ആണ്, -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, ഈക്വൽ ടു റൂട്ട് 25 എന്ന് വരും. 25ൻ്റെ റൂട്ട് 5. അപ്പോൾ ആ വികരണത്തിൻ്റെ ഈ ബി ഡി എന്ന് പറഞ്ഞ ഡയഗണലിൻ്റെയും വികരണത്തിൻ്റെയും നീളം കിട്ടി 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. നിങ്ങൾക്കറിയാം ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടാണ് നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്റർ കിടക്കുന്നത്. അപ്പോൾ അതിൽ മിക്കവാറുമുള്ള നമ്മളിതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ ഈ സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതി ബീജഗണിതം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചേ തീരൂ, കൃത്യമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.